ഇന്ന് നമ്മുടെ മധു ടീച്ചറിന്റെ അടുത്ത് എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറഞ്ഞ ടീച്ചർ പറയുന്നത് പുട്ടും കടലയും തരാന്നാ പറയുന്നത്. അപ്പൊ ഇന്ന് ടീച്ചറിന്റെ ഒരു അടിപൊളി പുട്ടും കടല ഉണ്ടാക്കി കഴിക്കാൻ പോവുക. എന്തായാലും പ്രത്യേകതയുണ്ട് ടീച്ചറെ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പുട്ടുപൊടി വാങ്ങുന്നേ, അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചൂടുവെള്ളത്തിൽ മിക്സാക്കി കുഴയ്ക്കാൻ പാകത്തിന്, പിന്നെ തേങ്ങാവെള്ളം ലേശം മിക്സാക്കി, എന്നിട്ട് അത് കുഴച്ചു. അപ്പോൾ കുഴയ്ക്കുന്ന സമയത്ത് അതിൽ ചെറിയ ജീരകം പൊടിച്ചിട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ ട്രബിൾ ഉള്ളവർക്ക് ആ ഉപദ്രവം ഉണ്ടാവില്ല അങ്ങനെ കഴിച്ചാൽ. പിന്നെ ഇപ്പോൾ അതിൽ നമ്മൾ കുറ്റിയിലിടൂലേ തേങ്ങ, ആ തേങ്ങയുടെ കൂടെ കുറച്ച് ക്യാരറ്റും കൂടി ചിരകി എടുത്തിട്ടുണ്ട്. അതും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഇടുമ്പോൾ ആ ക്യാരറ്റിൻ്റെ പോഷകാംശം കൂടി നമുക്ക് കിട്ടും. ആ കടല എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല. അതിലേക്ക് കുറച്ച് സംഭവങ്ങൾ വറുത്തങ്ങോട്ട് ചേർക്കുക. അതിൻ്റെ കൂടെ തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ ജാറിലിട്ടിട്ട് മിക്സിയിൽ ഇടും. അപ്പോൾ മധു ടീച്ചറിൻ്റെ പോഷക ഗുണമുള്ള പുട്ടും കടലയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അല്ലേ? എന്നാൽ തുടങ്ങിയാലോ? പുട്ടിനുള്ള വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് തിളയ്ക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് മിക്സ് ആക്കണം. ഈ ക്യാരറ്റിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. കുറേ തേങ്ങ വേണ്ട. അപ്പോൾ ക്യാരറ്റ് തിളയ്ക്കുമ്പോഴത്തേക്കും ഇതിൽ റെഡിയാക്കി വയ്ക്കാം. പാലിലും അതുപോലെ തന്നെ തേങ്ങ വെള്ളത്തിലും കുഴയ്ക്കുന്നതുകൊണ്ട് ഇത് സോഫ്റ്റായിരിക്കുക. നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കും. ഇപ്പം തിളയ്ക്കുമ്പോൾ തിളച്ചെടുത്ത് സെറ്റ് ആയിക്കോളും. നമ്മുടെ പുട്ടായിട്ടുണ്ട് കേട്ടോ. പുട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് കടലക്കറീൻ്റെ പരിപാടികൾ നോക്കാം. പിന്നൊരു പാൻ വെച്ച് അതിനകത്ത് വെള്ളമൊക്കെ വറ്റട്ടെ. അതിലോട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു ചുവന്ന നിറം ഒരു ബ്രൗണിഷായി വരുമ്പോൾ നമുക്കത് മാറ്റാം. വേഗം ചുവന്ന് വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് കോരി ജാറിലോട്ട് ഇടാം. ചെറിയ ഉള്ളി ഒരു 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 8 വെളുത്തുള്ളീൻ്റെ അല്ലിയുണ്ട് കേട്ടോ.
അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ മൂക്കുന്നത് വരെ വഴക്കും. പിന്നെ അതിലോട്ട് ഇതിൽ 2 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് വഴറ്റാം. ഇതിപ്പോൾ തക്കാളിയും ഉള്ളിയും വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി. നമുക്ക് ആദ്യം വറുത്ത് വെച്ച് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതും ഇതുമൊക്കെ കൂടിയിട്ട് കടലയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ്, പിന്നെ കുറച്ച് പച്ചമുളക്. ഇതിലൊരു 4, 7, 8 പച്ചമുളകുണ്ട്. അത്ര ആയിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പം ഇതടുപ്പത്തിരുന്നിട്ട് വേവട്ടെ കടല. ഇപ്പോൾ വെന്തിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പുകളൊക്കെ ചേർക്കാം. ഇത് നമ്മൾ തേങ്ങ, ജീരകം, അതുപോലെ പിന്നെ ഉള്ളികൾ, ഉള്ളിയില്ല ഇതിൽ, തേങ്ങ, ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇനി ഇത് തക്കാളി, ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇത്ര അടിച്ചെടുത്ത സംഭവമാണ്. മിക്സാക്കി വെച്ചിട്ട് അത് തിളയ്ക്കണം. നമ്മളിതിൽ തക്കാളി വറുത്ത് അടിച്ച് ഇതിലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്തിട്ട് തക്കാളി വറുത്തത് അടിച്ചിട്ട് ഇതിലിടാം. അപ്പോൾ സോസ് ഒഴിക്കുന്നതിന് പകരമായിട്ട് ഒരു ഗുണം അതിൽ കിട്ടും. സോസാകുമ്പോൾ അത് കുപ്പിയിൽ വരുന്ന ഒരു സംഭവമൊക്കെയാണ്. ഇത് നമ്മൾ നേച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ആ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്, അതും കൂടി തിളക്കട്ടെ. എന്നിട്ട് കറി തിളച്ച് കഴിഞ്ഞ് നമുക്കിതിലോട്ട് വറവിടണം. എന്നിട്ട് വറവിടാം കേട്ടോ. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചെടുക്കും. രണ്ട് സ്പൂൺ കടുക് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. പിന്നെ ഇതിലൊരു 10-12 വെളുത്തുള്ളി ഉണ്ട്, അതും കൂടി കിടന്നോട്ടെ. കടലക്കറിയല്ലേ, അപ്പോൾ വെളുത്തുള്ളിയും ജീരകമൊക്കെ കൂടി കൂടുതലായാലും കുറച്ച് പ്രശ്നമൊന്നുമില്ല, ഗ്യാസ് പ്രൊഡക്റ്റ് ചെയ്യില്ല. വെളുത്തുള്ളി ഒന്ന് ചുവന്ന് കഴിഞ്ഞാൽ കടലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വറവ് നമുക്ക് കറിയിലേക്ക് ഇടാം കേട്ടോ. അപ്പം കടലക്കറി റെഡി. അങ്ങനെ നമ്മുടെ പുട്ടായി, കടലക്കറിയായി. സ്വാദോടുകൂടി കഴിക്കുക എന്നുള്ളതാണ് ബാക്കി. സ്വാദോട് കൂടി എന്ന് പറയാൻ പറ്റാ, ഇനി കഴിക്കാം.
പുട്ടായി. എൻ്റെ കടലക്കറി ഒഴിക്കുന്നുണ്ട്. വെളുത്തുള്ളി കേട്ടോ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ മധു ടീച്ചർ ഉണ്ടാക്കിയ ക്യാരറ്റും എല്ലാം കൂടെ കൂടിയുള്ള പുട്ടും കടലക്കറി, ക്യാരറ്റും പുട്ടും എല്ലാം കൂടെ കൂടി ഒന്നിച്ചങ്ങ് മിക്സ്. ടേസ്റ്റ് ഉണ്ടോ നോക്ക്. കടലയും ക്യാരറ്റും പുട്ടും എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കണം. അതെ, എന്നാൽ അതിൻ്റെ കറക്റ്റ് കിട്ടുള്ളൂ. നോക്കട്ടെ. അതൊരു രുചി കേട്ടോ. ആണല്ലേ? പിന്നെ കാരണം പുട്ടും കടലയൊക്കെ ഒരു സ്ഥിരം ഭക്ഷണമാണെങ്കിലും ഈ ക്യാരറ്റും ഇതെല്ലാം കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഇതിന് കയറി പിടിച്ചിട്ടുണ്ട്. അതിന് ഇതിന് വലിയ കാശ് ചിലവൊന്നും ഇല്ലെന്നേ. ഇല്ല, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. കാശ് ചിലവില്ല. കുട്ടികൾക്ക് നല്ല പോഷക സമൃദ്ധമായിട്ട് കൊടുക്കാം. കണ്ണിന് നല്ലതാണ്. ഇപ്പൊ ഈ മൊബൈലൊക്കെ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടേ, നല്ലതാ അത് കണ്ണിനൊക്കെ. എന്തായാലും നല്ല ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നല്ല പോഷകമൂല്യമുള്ള പുട്ടാണ് ഇന്ന് കഴിച്ചിരിക്കുന്നത്. ഒപ്പം കടലക്കറി രണ്ടും നല്ല അസാധ്യ ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ്. എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഇത് കാണുന്നവരൊക്കെ അതുപോലെ ഉണ്ടാക്കട്ടെ. കണ്ടിട്ട് അഭിപ്രായം ടീച്ചറെ അറിയിക്കണം ഇതിലൂടെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ?